നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ അനശ്വര സംവിധായകൻ ലോഹിതദാസ് സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അവരുടെ വീടിന്റെ മുമ്പത്തേക്കുള്ള റോഡ് ഇട്ട് കൊടുക്കണമെന്ന് അറിയോ? നമ്മളാണ് ഗൈസ്, നമ്മള്. അതായത് ഞാൻ ഇലക്ഷന് മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു റോഡ് കേട്ടോ, നരസിംഹ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ടുള്ള റോഡ്. അപ്പൊ ലോഹിദാസ് പടി മുതൽക്ക് നരസിംഹ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ടുള്ള റോഡാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വർക്ക്, ഞാൻ ഇവിടെ മെമ്പറായി കയറിയിട്ട് ആദ്യത്തെ വർക്ക് ഈ റോഡ് തന്നെയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതേപോലെ അതിന്റെ എക്സൈറ്റഡും ആണ്. അപ്പൊ ഇത് സാധിച്ചത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ മണികണ്ഠൻ മാഷ് നേരത്തെ തന്നെ ഫണ്ട് വെച്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കയറി ആദ്യ മാസം തന്നെ പണി നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മാഷിന് എന്താ പറയാല്ലേ നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ റോഡ് വളരെ കാലത്ത് ആവശ്യമാണ്. കാരണം ഇവിടെ കുട്ടികൾ ധാരാളം വണ്ടികൾ പോകുന്നതാണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതാണ്, അമ്പലത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ വരുന്നതാണ്. അപ്പൊ റോഡ് എന്ന് പറയുന്നത് വളരെ ചളിക്കുളമായി കിടക്കുകയായിരുന്നു. പലപ്പോഴായിട്ട് നമ്മൾ ഇതിലേക്ക് കോറി വേസ്റ്റും മറ്റുമൊക്കെ ഇട്ട് ഇത് ഫില്ല് ചെയ്യാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ശാശ്വതമായിട്ട് പരിഹാരം എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഇത് ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് നമുക്ക് ഫണ്ട് വെക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഒരു വാർഡിന് കൊടുക്കാവുന്നതിന് ഏറ്റവും വലിയ എമൗണ്ട് 8 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കിയത്, എൻ്റെ പ്രൊജക്ട് തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ നേരത്തെ ആയിഷ പറഞ്ഞതുപോലെ, നമ്മുടെ മെമ്പർ ആയിഷ പറഞ്ഞതുപോലെ, ഈ റോഡ് ഫലവത്താവുമ്പോ അല്ലെങ്കിൽ അത് പൂർണ്ണതയിൽ എത്തുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തികൾ ഞങ്ങളൊക്കെ ആയിരിക്കും. കാരണം അതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ആത്മസംതൃപ്തി നമുക്കുണ്ടാവും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്തായാലും ശരി, ഇതിനുമായിട്ട് സഹകരിച്ച് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ ഇതിന്റെ LSGDയുടെ ജീവനക്കാര്, ഓവർസിയർമാർ, അതുപോലെ തന്നെ എഞ്ചിനീയർ, എല്ലാവർക്കും ഈ എൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ വാർഡ് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന 10ാം വാർഡിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.